ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അഭിവന്യ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അഭിവന്യ വിൻസെന്റ് സാമുവൽ പിതാവിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ്. വളരെ ആദരവോടുകൂടി ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും സീറോ മലബാർ സഭയുടെയും എല്ലാം ആശംസകൾ അഭിവന്യ പിതാവിനെ അറിയിക്കുന്നു. നെയ്യാറ്റിങ്കര രൂപതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ത്യാഗനിർഭരമായ ശുശ്രൂഷയാണ് അഭിവന്യ പിതാവ് ഈ രൂപതയ്ക്കും സഭയ്ക്കുമായിട്ട് നൽകിയത്. ഈ രൂപതയുടെ ജനനം മുതൽ അതിനെ വലിയ കരുതലോടുകൂടി വളർത്തി വലുതാക്കി മറ്റേതൊരു രൂപതയുടെ സൗകര്യങ്ങളുമെല്ലാം ഏർപ്പെടുത്തി അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തെ ഓർത്ത് നന്ദി പറയാനുള്ള ഒരു അവസരമാണ് നമുക്കെല്ലാവർക്കും ഇത്. വന്യപിതാവ് ഒത്തിരിയേറെ ലാളിത്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്കെപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ഒരല്പം ഗൗരവക്കാരനാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇടപെടലിൽ വലിയ ലളിത മാനസനാണ് പിതാവ്. വലിയ സ്നേഹത്തോടുകൂടി എല്ലാവരോടും ഇടപെടുന്ന വ്യക്തി, ഒത്തിരി എളിമയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രൂപതയ്ക്ക് ആവശ്യമായ എല്ലാ സ്ഥാപനങ്ങളും പണിതുയർത്തി ഏറ്റവും അവസാനമാണ് അദ്ദേഹം ബിഷപ്പ് ഹൗസ് പണിതുയർത്തിയത് എന്നാണ്. ആ രീതിയിൽ വളരെ ലളിതമായ ജീവിതവും വാത്സല്യ നിർഭരമായ ഇടപെടലും കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കർത്താവിൻ്റെ ആ സന്ദേശം, സുവിശേഷം ആഴത്തിൽ പതിപ്പിച്ച ഒരു വ്യക്തിയായാണ് നമ്മളെല്ലാവരും വന്യപിതാവിനെ ഓർക്കുന്നത്. പിതാവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മൾ ഇന്ന് മുൻ വികാരി ജനറൽ ക്രിസ്തുദാസ് അച്ഛൻ്റെ ജൂബിലിയും ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെയും ഓർത്ത് നന്ദി പറയാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ആരാണൊരു പുരോഹിതൻ? ബലി അർപ്പകനാണ്. ബലി അർപ്പകൻ മാത്രമല്ല, പുതിയ നിയമത്തിലെ പുരോഹിതൻ ബലി വസ്തു കൂടിയാണ്. സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുന്നവനാണ്. ഇനി ബലി അർപ്പകനും ബലി വസ്തുവും മാത്രമല്ല, മറിച്ച് ഇടയൻ കൂടിയാണ്, നല്ല ഇടയൻ കൂടിയാണ്. ഈ 3 കാര്യങ്ങളും സംയോജിപ്പിക്കുന്നവനാണ് ഒരു പുരോഹിതൻ. അയാൾ കേവലം പുരോഹിതനായി മാത്രം നിൽക്കുമ്പോൾ അത് പുതിയ നിയമ പൗരോഹിത്യത്തിന് തന്നെ തികച്ചും വിരുദ്ധമാണ്. സ്വന്തം ജീവിതം ആ ബലിയിൽ ഉൾച്ചേർക്കാതെ ഒരിക്കലും പുതിയ നിയമത്തിലെ പുരോഹിതന് അയാൾ പുരോഹിതനാണെന്ന് ചിന്തിക്കാൻ പോലും ആവില്ല. അതോടൊപ്പം ഇടയനാകാൻ മനസ്സില്ലാതെ കേവലം ഒരു പുരോഹിതന്റെ അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ തലത്തിലേക്ക് ഒതുങ്ങുമ്പോഴും അയാൾ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള പുരോഹിതനായിട്ട് മാറുന്നില്ല. പുതിയ നിയമത്തിലെ പുരോഹിതൻ ഇടയനാണ്. ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ പുരോഹിതൻ്റെയും ജീവിതം ഇത് തന്നെയാണ്. വന്യപിതാവിൻ്റെ ജീവിതത്തിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഒരു മെത്രാൻ്റെ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒത്തിരി നിറപ്പകിട്ടുള്ളതാണെന്ന് തോന്നാമെങ്കിലും അത് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഒത്തിരിയേറെ ത്യാഗ നിർഭരമായ ഒരു ശുശ്രൂഷയാണ്. ഒത്തിരിയേറെ ഒറ്റപ്പെടലിൻ്റെയും അതുപോലെ ത്യാഗങ്ങളുടെയും എല്ലാം ഒരു ശുശ്രൂഷയാണത്. പക്ഷെ അവിടെ എല്ലാം നിന്ന് ജനത്തിന് നല്ല ഉൾക്കാഴ്ചകൾ നൽകി, നല്ല പ്രബോധനങ്ങൾ നൽകി അവരെ ശരിയായ വഴിയിൽ നയിക്കുന്നു എന്നുള്ളതാണ് ഒരു മെത്രാൻ്റെ ദൗത്യം. വന്യപിതാവ് ആ ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് നിർവഹിച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയാം. അദ്ദേഹത്തിന് കൂടുതൽ കാലം നമ്മുടെ സഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ കുർബാന ആരംഭിക്കാം.